ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത്. എൻ്റെ സ്ഥലം വരുന്നത് ഇടുക്കിയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം അറിയാത്ത ഒരുപാട് ആൾക്കാർ നിലവിൽ ഇപ്പോൾ ലൈവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സും ബ്രദറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഉണ്ടായത്, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് NSE BSE ഇതൊക്കെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. രഞ്ജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരും നമുക്ക് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മുംബൈയിൽ നിന്നാണ്. ഏകദേശം 1830 1840 കാലഘട്ടത്തിൽ അന്നത്തെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും ഇവരെല്ലാം കൂടെ അന്നത്തെ ടൗൺ ഹാളിന് മുമ്പിലുള്ള ഒരു ആൽമര ചൂട്ടിൽ കൂടിയിരുന്നിട്ട് ബിസിനസ്സുകളെ കുറിച്ച് പ്ലാൻ ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. ഫൈനലി അവരൊരു തീരുമാനത്തിലെത്തി. അവരുടെ കയ്യിലുള്ള ഗോൾഡ്, സിൽവർ, കോട്ടൺ ഇങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ ഞാനത് മറ്റൊരാൾക്ക് 70 രൂപയ്ക്ക് കൊടുക്കുന്നു. ആ 70 രൂപയ്ക്ക് മേടിച്ച സാധനം അത് മറ്റൊരാൾക്ക് 90 രൂപയ്ക്ക് 100 രൂപയ്ക്ക് അങ്ങനെ മറിച്ച് വിൽക്കുന്ന രീതിയിലുള്ള കൈമാറ്റ കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഒരുപാട് ആൾക്കാരുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. പലരും ഈ ടൗൺ ഹാളിന് മുമ്പിലുള്ള ആൽമര ചുവട്ടിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ ഈ കച്ചവടം കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ ചില ആളുകൾ ചേർന്നിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എടുത്ത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുകയും അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മെട്രോ സ്ട്രീറ്റ് ജംഗ്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതായത് മുംബൈയിലെ ഇന്നത്തെ MG റോഡാണ് മെട്രോ സ്ട്രീറ്റ് ജംഗ്ഷൻ. അവിടെ വെച്ചായി പിന്നെ ഇതിൻ്റെ കൈമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അവർ ദലാൽ സ്ട്രീറ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സുകൾ ഒരുപാട് നടക്കാൻ തുടങ്ങി. കൈമാറ്റ കച്ചവടങ്ങൾ ഒരുപാട് നടക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയ ബിസിനസ് മേഖലയായിട്ട് മാറാൻ തുടങ്ങി. നമുക്കറിയാം, ഏത് ബിസിനസ് നമ്മൾ എടുത്താലും ആ ബിസിനസ്സിനകത്തെല്ലാം നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അഗ്രഗണ്യന്മാരായിട്ടുള്ള പല ആളുകളും ഉണ്ടാവും. അങ്ങനെ ഈ കൈമാറ്റ കച്ചവടം എന്ന ആശയം കൊണ്ടുവന്നതും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് പ്ലാനുകൾ നടത്തിയതും അത് കൂടുതൽ ബിസിനസ്സുകൾ കൊണ്ടുവരാൻ മുൻകൈ എടുത്ത് മുന്നിൽ നിന്നതും അന്നത്തെ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രേംചന്ദ് റോയ്ചന്ദ്. ഇദ്ദേഹത്തിനെ ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിനെ അന്നത്തെ ആളുകളെല്ലാം വിളിച്ചിരുന്നത് കോട്ടൺ കിങ് എന്നും അതേപോലെ ബിഗ് ബുൾ എന്നൊക്കെയായിരുന്നു. കാരണം ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. ഒരുപാട് ബിസിനസ്സുകൾ നടക്കാൻ തുടങ്ങി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 2023 ഡിസംബർ മാസമാണ്. ഏകദേശം ഒരു 148 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1875 വർഷം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന പ്ലാനിങ്ങുകൾ അവിടെയും ഇവിടെയായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ ഇപ്പോൾ ബിഗ് ബുള്ള് അതേപോലെ കോട്ടൺ കിങ് എന്ന് നമ്മൾ വിളിച്ചിരുന്ന പ്രേംചന്ദ് റോയ്ചന്ദ്, അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് വന്നതും. അപ്പം ബോംബെയിൽ വെച്ച് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ആദ്യമേ തുടങ്ങിയത് ബോംബെയിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ 1875 ജൂലൈ 9 BSE സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഏറ്റവും ഇന്നത്തെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ലോകത്തിലെ 10ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫൗണ്ടറും ഇദ്ദേഹം തന്നെയാണ്, പ്രേംചന്ദ് റോയ്ചന്ദ് തന്നെയാണ്. ഇന്ന് BSEയിൽ ഏകദേശം 5000-ഓളം കമ്പനികൾ നിലവിൽ ലൈവായിട്ട് റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. അങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കാൻ തുടങ്ങി. ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷം 1992 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് പുതിയൊരു ആശയം കൂടെ മുന്നോട്ട് വെച്ചു. അതായത് ഈ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം 1992 തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 1600-ഓളം കമ്പനികൾ ലൈവായിട്ട് റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബാംഗ്ലൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ട്രിവാൻഡ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നിയമങ്ങൾ മാറി വന്നപ്പോൾ ഇതിൽ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഇപ്പോൾ ഇല്ലാതെയായി. അതുപോലെ ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 9 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ആക്റ്റീവായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തേത് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തേത് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1992 സ്റ്റാർട്ട് ചെയ്തത്.
മൂന്നാമത്തേത് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. 1908 സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാമത്തേത് ഇന്ത്യ INX, ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്. 2017 ജനുവരി 9 സ്റ്റാർട്ട് ചെയ്യുന്നത്. അഞ്ചാമത്തേത് MCX ആണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 2003 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറാമത്തേത് NCDEX ആണ്, നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച്. 2003 ഏപ്രിൽ 23 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഴാമത്തേത് ICEX, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. 2017 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എട്ടാമത്തേത് മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, MSC എന്നാണ് പറയുന്നത്. 2009 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒമ്പതാമത്തേത് NSE IFSC ലിമിറ്റഡ്. 2016 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നിലവിൽ ഇപ്പോൾ ലൈവായിട്ട് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി വീഡിയോ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ മെസ്സേജ് ബോക്സിൽ വന്ന് അയയ്ക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അത്രയുമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഏതൊക്കെ രീതിയിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വന്നപ്പോൾ അതേപോലെ ഒരുപാട് ട്രേഡിംഗ് കമ്പനികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ട്രേഡിംഗ് കമ്പനികൾ ഏതൊക്കെയാണ്, അത് അവരുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.